ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ക്രോഷി ബോയാണ് കേട്ടോ. ഒരു മിനി ബോ എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ചെയിൻസ് ഇടുന്നതിൻ്റെ വീഡിയോ എനിക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ, സോറി. അപ്പോൾ നമ്മൾ 25 ചെയിൻസാണ് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 20 ചെയിൻസ് ഇടാം, 30 ചെയിൻസ് ഇടാം. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വേണം നിങ്ങൾക്ക് അത്രയും ചെയിൻസ് ഇടാം. അതിൻ്റെ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 25 ചെയിൻസാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സ്ട്രാ ചെയിനും കൂടി ഇടാം. അപ്പോൾ ഞങ്ങൾ 20 ചെയിനാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സ്ട്രാ ചെയിനും കൂടി ഇടാം. അപ്പോൾ 21 ചെയിൻ. അങ്ങനെ നമ്മളത് എടുത്തിട്ട് ആദ്യത്തെ ചെയിൻ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ 25 ചെയ്തു. അപ്പോൾ 25, അപ്പോൾ ഓരോ സ്റ്റിച്ചിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. ഒരു സ്റ്റിച്ചിൽ തന്നെ രണ്ടൊന്നും ചെയ്യണ്ട, ഓരോ വിധത്തിൽ ഡബിൾ ക്രോഷ്യ നമ്മൾ എന്ത് ചെയ്യുക ചെയ്യാം. ഒന്നത്തിനൊന്നും രണ്ടൊന്നും ചെയ്തേക്കണ്ട കേട്ടോ, അപ്പോൾ അത് നമ്മൾ കൊടുക്കില്ലല്ല. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ നമ്മളിത് ഫുൾ എന്ത് ചെയ്യുക, ഡബിൾ ക്രോഷ്യ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളം കുറക്കാം, നീളം കൂട്ടാട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു കണക്കാണ് പറഞ്ഞത്. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ ആ ഒരു റോ ഫുള്ളാക്കിയിട്ടുണ്ട്. 26 ചെയിൻ ഇട്ടു, 25 ഡബിൾ ക്രോഷ്യ. നമ്മൾ ആദ്യത്തെ ചെയിൻ ചെയ്ത് സ്കിപ്പ് ചെയ്തു. നമ്മൾ ബാക്കോട്ടേക്ക് അങ്ങ് തിരിക്കാം. തിരിച്ച ശേഷം നമ്മൾ ഫുള്ള് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് 2 ചെയിൻ ഇടാം. ആദ്യം 2 ചെയിൻ ഇടാം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഡബിൾ ക്രോഷ്യ ഇടുക. അതായത് ഓരോ സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ റോ ഫുള്ളാണ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ ഫുൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 റോയാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ശ്രദ്ധിച്ച അവിടെ റൂൾസ് സാറില്ല, നമുക്കൊന്ന് വിളിക്കാം. അപ്പോൾ അത് നമ്മളിവിടെ 2 റോയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് 3 റോ വേണേൽ ചെയ്യാം, പക്ഷേ 2 റോ തന്നെ മതി കേട്ടോ. അപ്പോൾ 2 റോയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട ശേഷം നമ്മളവിടെ ഒരു കെട്ട് കൊടുക്കാം. അതായത് എയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ ഒന്ന് വെളിച്ചത്തിന് മൊത്തം എയിലായിരിക്കും ഉണ്ടാവില്ലേ. നമ്മളവിടെ ഒരു മുറുക്കൊരു കെട്ടൊക്കെ കൊടുത്തു. ഇനി നമ്മളിതേ ഇങ്ങനെയാണ് നമ്മൾ അവിടെ തുന്നിയാണ് വേണ്ടത്. നമ്മൾ ഇതേപോലെ തന്നെ ഒന്നും കൂടി ഉണ്ടാക്കണം കേട്ടോ. അതേപോലെ തന്നെ 25 ചെയിൻ ഇട്ടിട്ട് അങ്ങനെ തന്നെ ഒന്നും കൂടി ഉണ്ടാക്കണം. അപ്പോൾ 2 ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നീഡിൽ, മീൻസ് തുന്നേണ്ട നീഡിലാണ് സൂചി. ഇപ്പോൾ നമുക്കിതിൽ സൂചിയിൽ ഇപ്പോൾ നമ്മൾ അതിന് തന്നെ ഒരു നൂലുണ്ട്, ബാക്കി നൂലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ നൂലിൽ തന്നെ നമുക്ക് ഇത് തുന്നാം. അപ്പോൾ ഇതേ അങ്ങനെ നമ്മൾ ആ സൂചിയിൽ ഇത് നമ്മൾ ക്രോഷ്യ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നീഡിലാണ്. വാങ്ങാനൊക്കെ കിട്ടും കേട്ടോ ഷോപ്പിൽ പോയാൽ. നമ്മൾ ഈ ക്രോഷ്യ യാൺസൊക്കെ വെക്കുന്ന ഷോപ്പിൽ പോയാൽ തന്നെ കിട്ടും. അങ്ങനെ നമ്മളത് തുന്നിയാണ് 2 അറ്റഭാഗം എന്ത് ചെയ്യുക, 2 കൂടിയിട്ട് തുന്നാം. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടുമല്ല, ഒരു ഇതേപോലെ തുന്നാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യുക, നല്ല പരക്കങ്ങ് തുന്നി കൊടുക്കാം കേട്ടോ. അധികം മുറുക്കെ തന്നെ തുന്നി കൊടുക്കാത്തത് ഇനിയിപ്പം എയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നന്ന് മുറുക്കി കെട്ടിക്കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അപ്പുറത്തുനിന്ന് അറ്റത്തുനിന്ന് ബാക്കി ഉണ്ടായി നൂലും അതും ഇങ്ങോട്ടേക്ക് തന്നെ എന്ത് ചെയ്യുക, തുന്നി കൊടുക്കാം. അപ്പം നമ്മൾ ഈ നൂല് ബാക്കി ഉണ്ടായ നൂലെല്ലാം കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യില്ല, എയ്യില്ല. സാധാരണ ഗ്ലൂ ഗണ്ണെല്ലാം വെച്ചിട്ട് ഒരുക്കിയിട്ട് അങ്ങനെ ഇതാക്കും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്താൽ അത് കാണും. അപ്പോൾ അത് കൊണ്ടപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത അറ്റത്ത് നൂല് വെച്ചിട്ട് കോർത്തിട്ട് തുന്നാം.
അങ്ങനെ ഇപ്പോൾ ഇതാ മുറുക്ക കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബോൻ്റെ ഷേപ്പൊക്കെ വന്നല്ലോ. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, താഴെ വെക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വള്ളി തന്നെയാണ് പറയുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് ഏകദേശം അങ്ങനെ അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾക്ക്, പിന്നെ നിങ്ങൾക്ക് അറിയുന്നില്ല അമ്മമാരോടൊന്ന് പറയാം ആക്കി തരാൻ. ഇനി നമ്മളിത് എന്താക്കാം, നമ്മൾ ഒരു നൂലെടുത്തിട്ട് നമ്മളിത് രണ്ടും തമ്മിൽ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അതേ നമ്മൾ നൂലുണ്ടാവില്ല യൂസ് ചെയ്തതാണ്, അതിൻ്റെ നൂലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അറ്റത്തും അപ്പുറത്തും ഇപ്പുറത്തും ഇത് കെട്ടിക്കൊടുക്കുക. അങ്ങനെ ഇതേ നടുക്കിലിങ്ങനെ കെട്ടിക്കൊടുക്കുക കേട്ടോ, ഇങ്ങനെ മുറുക്ക കെട്ടിക്കൊടുക്കുക. ഇവിടെ അങ്ങനെ മേലയിലേക്ക് കെട്ടുന്നില്ല, ഞാൻ പൊന്തിക്കുന്നത് സാറില്ല, ഞങ്ങൾക്ക് അറിയായിരിക്കും കെട്ടുന്ന വിധം. ഞാൻ അപ്പാട് കെട്ടപ്പോലെ ഞാൻ വീഡിയോയിലേക്ക് ശ്രദ്ധിക്കുന്നില്ല, അതാണ് കേട്ടോ. അങ്ങനെ ഇത് നല്ല മുറുക്കങ്ങ് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ താഴത്തതെല്ലാം നോക്കുക, കറക്റ്റാണ്, അപ്പുറം ഇപ്പുറമൊക്കെ ഒരേ രീതിയിൽ തന്നെയാണ്. അതിൽ ഒരു അങ്ങനെ താഴൊക്കെ ഒന്ന് കൂടുതൽ അങ്ങനെ ഒന്നും അല്ലാണ്ട് എല്ലാം ഒന്ന് കറക്റ്റ് നമ്മൾ നോക്കാം. എന്ന് നമ്മൾ ഇതേപോലെ നടുക്കിലിങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ കെട്ടി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യാം. ശേഷം നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ എടുത്തിട്ട് താഴോട്ട് മീൻസ് ഇപ്പം അങ്ങനെ ഇത് നമ്മളവിടെ ആ ഒരു നേടിലുണ്ടാവില്ല തുന്നൽ സൂചി, അത് നമ്മൾ ഇതേപോലെ കോർത്തിട്ട് നമ്മൾ കോർത്തുനിന്ന് നിങ്ങൾ വിധം നോക്കാം കേട്ടോ. നല്ലതിൽ അതിൽ നമ്മൾ കോർത്തിട്ട് ആ കെട്ടി ഭാഗത്ത് നമ്മൾ താഴേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ താഴേന്ന് ഇങ്ങനെ എടുക്കുക. അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് എയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും കെട്ടി വെച്ചാലൊക്കെ എന്തെങ്കിലും അയാൾക്ക് എയ്യുമല്ല. അപ്പം ഞാൻ അവിടെ കെട്ടിയപ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ ഇതായിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാതെ നമ്മൾ അവിടെ ബാക്കി ഉണ്ടായത് അങ്ങനെ അടിയിലെ കൂടി കയറ്റി. ഇനി നമ്മൾ ബാക്കി വന്ന യാൺസൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ പരക്കല്ലേ, ആ യാൺസൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബാക്കിൽ നിന്ന് അപ്പുറത്തെ യാണും കൂടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. മുറുക്ക വലിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിൽ നിന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളതേ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കിലത്തെ 2 എണ്ണം ഉണ്ട്, അത് നമ്മൾ കെട്ടി വെച്ചിട്ടാണ് ഉള്ളത്, ഞാൻ പല കെട്ടി വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതേ നമ്മളെ ബോ ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളാണ് കേട്ടോ. പിന്നെ ഈ സ്പെഞ്ച് ഉണ്ട്, ഈ സ്പെഞ്ച് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഈ സ്പെഞ്ചിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ പറയണേ. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.